എല്ലാവർക്കും നമസ്കാരം. ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചില്ലി ഗോബി മഞ്ചൂരിയൻ ആണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് ഇൻഡോ ചൈനീസ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്പം സ്പൈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഗോബി മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഒരു ചെറിയ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കതൊന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി. ഒരു പാത്രത്തിനകത്ത് ഞാൻ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാൻ നോക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കോളിഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇടുന്ന വേവാൻ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇട്ടാൽ മതി. ഒന്ന് ബോയിലാകുമ്പോൾ ഇങ്ങനെ എടുക്കാം. അതിനകത്ത് പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തു. ഇനി അതങ്ങ് തിരിച്ച് കോരി ഒരു നെറ്റിനകത്തോട്ടിടാം. അപ്പോൾ ആ വെള്ളം എല്ലാം തൂന്ന് കിട്ടും നമുക്ക്. നമുക്കിനി കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിനുള്ള കോട്ടിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ്, ഓപ്ഷണലാണ്. ഞാനൊരു ചെറിയ നിറം അതിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കളറ് ചേർക്കുന്നില്ല. ചിലർ ഇതിനകത്ത് കളർ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ കളർ ചേർക്കുന്നില്ല. അതിന് പകരമാണ് ഞാൻ ആ മുളക് പൊടി ചേർത്തത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, കുറച്ച് ഉപ്പ്. നമ്മൾ ഉപ്പ് ആ വെള്ളത്തിനകത്ത് വെള്ളം ചൂടാക്കിയപ്പോൾ അതിനകത്ത് ഇട്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഉപ്പിടാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കാര്യം ഒരുപാട് ആദ്യമേ തന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അതങ്ങ് വലുതായിട്ട് നീണ്ടുപോയാൽ പിന്നെയും വീണ്ടും പൊടി നമ്മൾ ചേർക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിൻ്റെ കോട്ടിങ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോളിഫ്ലവറിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിനുള്ള ഓയിലും ബാക്കിയെല്ലാം റെഡിയാക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ മൂത്ത് വരുന്നുണ്ട്. ഇച്ചിരി ടൈം എടുക്കും. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. എപ്പോഴും നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. കാരണം നമ്മൾ അന്നേരം തന്നെ ഇളക്കുമ്പോൾ അതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഈ എണ്ണയ്ക്കകത്തങ്ങ് സ്പ്രെഡാവും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി
ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുമാതിരിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിനെയും കോരിയെടുക്കാം. കോരിയെടുത്ത് ഒരു നെറ്റിലേക്ക് ഇടാം. എണ്ണ നന്നായിട്ട് തോന്നിട്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കാം. ഒരു 2-3 സെക്ഷനായിട്ട് ഇത് വറുത്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒറ്റയടിക്ക് എല്ലാം ഇടുമ്പോൾ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ആവത്തുമില്ല. അപ്പോൾ അതിലും നല്ലതാണ് ഇങ്ങനെ കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത്തിരി ടൈം എടുത്താലും ഇത് തന്നെയാണ് നല്ലത് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. ഗോബി മഞ്ചൂരിയൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം സോസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സോയാ സോസാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ. ഇത് ഗ്രീൻ ചില്ലി സോസാണ്, സ്പൈസിയാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഉണ്ടെങ്കിൽ നിർബന്ധമില്ല. ഇനി വെജിറ്റബിൾസ്, ഇത് വലിയൊരു സവാള ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതൊരു ചെറിയ സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് പച്ച ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തത്. ഒരു ചുമന്ന ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യൂബായിട്ട് അരിഞ്ഞെടുത്തത്. മഞ്ഞ ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതേപോലെ തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ, ഇതിനൊന്നും അളവില്ല, കുറച്ച് ആവശ്യത്തിന് സ്പ്രിംഗ് ഒനിയൻ. ഈ ഗ്രേവിയിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിന്, ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിനകത്ത് 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നതാണ്. അടുത്തത് വിനിഗർ, ഇത് 1/2 ടീസ്പൂൺ അതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മൾ ആ 1 ടീസ്പൂൺ കുരുമുളക് പൊടി മാരിനേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ചേർത്തായിരുന്നു, അപ്പോൾ ഇതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കുറച്ച് വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ്. അതേപോലെ ഇത് വെളുത്തുള്ളിയാണ്, ഒരു 6 അല്ലി, ഇച്ചിരി വലിയ അല്ലിയാണ്, 6 അല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞതുണ്ട്. പിന്നെ ഇത് സെസ്മി ഓയിലാണ്, നമ്മുടെ നാട്ടിലെ നല്ലെണ്ണയില്ലേ അതാണ്, 1 ടീസ്പൂൺ ഉണ്ട്, അത് അതിനകത്ത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ ഈ ഫ്രൈ ചെയ്തെടുത്തില്ലേ അതിൻ്റെ ബാലൻസ് ഓയിൽ തന്നെയാണ് അതിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഒഴിച്ചതിൻ്റെ ബാലൻസ് അത്രയും വേണ്ട, കുറച്ച് ഓയിൽ മതി. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല. ബാക്കി ഏത് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് വരും. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, ഓൾറെഡി എണ്ണ ചൂടായതായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇച്ചിരി തോനെ ഇടുന്നത് നല്ലതാണ് കേട്ടോ, നല്ല മണം കിട്ടും. മഞ്ചൂരിയൻ ഇഞ്ചി നല്ലതാണ്, ഇച്ചിരി തോനെ ചേർക്കുന്നത് എപ്പോഴും. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നല്ല മണം വരുന്നുണ്ട്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ മൂത്ത് വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല ബ്രൗൺ നിറമായിട്ട് വരണേ. സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്നും അധികം വഴണ്ട് വരണ്ട, ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി, ഒത്തിരി വഴണ്ട് വന്നാൽ കൊണ്ടില്ല. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് സോസ് എല്ലാം ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ചില്ലി സോസ്,
ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു ശകലം ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ എരി തോന്നിയായിപ്പോവും. ഓൾറെഡി പച്ചമുളകും നമ്മൾ നേരത്തെ ചേർത്ത കുരുമുളക് പൊടിയും ഒക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഒരു ശകലം ഉപ്പാണ് ഇടുന്നത്, കാര്യം സോസിനകത്തൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലം ഉപ്പേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പിടാം. ഇനി ഇതിലേക്ക് ആ സെസ്മി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്രേവി കട്ടിയാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നില്ലേ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിനകത്ത് കലക്കി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തേക്ക്. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഈ സോസിനകത്ത് മാത്രം നമ്മുടെ കോളിഫ്ലവർ ഇട്ടിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു ഗ്രേവിക്ക് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഹെവി ആയിട്ട് വേണമെന്നുള്ളവർ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനകത്ത് ഉപ്പോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വിനിഗർ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം സ്റ്റൗവ്, കാര്യം ഫ്ലെയിം ഒരുപാടായി കഴിഞ്ഞാൽ ഇത് അടിയങ്ങ് പിടിക്കും. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടപ്പ് മാറ്റാം. അപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സർവിങ് പ്ലേറ്റിലേക്ക് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.